ഈ കേസിലെ ക്രിമിനൽ ഗൂഢാലോചന ഉണ്ട്. ആ ക്രിമിനൽ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് മഞ്ജു പറഞ്ഞിടത്തുനിന്നാണ് എനിക്കെതിരെയുള്ള ഗൂഢാലോചന ആരംഭിച്ചത്. അതിന് അന്നത്തെ ഉയർന്ന ഒരു മേലുദ്യോഗസ്ഥയും അവര് തെരഞ്ഞെടുത്ത ഒരു സംഘം ക്രിമിനൽ പോലീസുകാരും ചേർന്ന് ആണ് ഇങ്ങനെ നടപടി ഉണ്ടാക്കിയത്. അതിനായിട്ട് ഈ കേസിലെ മുഖ്യപ്രതിയെ കൂട്ടുപിടിച്ച് അയാളുടെ ജയിലിൽ ഉണ്ടായിരുന്ന കൂട്ടുപ്രതികളെയും കൂട്ടുപിടിച്ചിട്ട് ഈ പോലീസ് സംഘം ഒരു കള്ളക്കഥ മെഞ്ഞെടുക്കുകയാണ് ചെയ്തത്. എന്നിട്ട് ഈ പോലീസ് സംഘം ചില മാധ്യമങ്ങളെയും അവർക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്ന ചില മാധ്യമ പ്രവർത്തകരെയും കൂട്ടുപിടിച്ച് ഈ കള്ളക്കഥ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്തു. ഇന്ന് കോടതിയിൽ ഈ പോലീസ് സംഘം ഉണ്ടാക്കിയ കള്ളക്കഥ തകരുകയാണ് ചെയ്തത്. ഈ കേസിൽ യഥാർത്ഥ ഗൂഢാലോചന എന്ന് പറയുന്നത് എന്നെ പ്രതിയാക്കാനാണ്. സമൂഹത്തിൽ എന്റെ കരിയർ, എന്റെ ഇമേജ്, എന്റെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി ചെയ്താണ്. പക്ഷേ ഞാൻ പറഞ്ഞോട്ടെ, നിങ്ങൾ 9 വർഷം പറഞ്ഞില്ല കേട്ടോ, ഞാനൊന്ന് ഒരു പ്രാവശ്യം പറഞ്ഞോട്ടെ. ഇന്ന് 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 എനിക്ക് എന്റെ കൂടെ നിന്ന് എല്ലാ കുടുംബാംഗങ്ങളോടും, എന്റെ സുഹൃത്തുക്കളും അവരുടെ കുടുംബങ്ങളോടും, അതുപോലെ എനിക്ക് വേണ്ടി കാണാത്ത കേൾക്കാത്ത ആളുകൾ ഒരുപാട് പേര്, കോടിക്കണക്കിന് ആൾക്കാർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അവരോടൊക്കെ ഞാൻ ആത്മാർത്ഥമായിട്ടുള്ള നന്ദി പറയുകയാണ്. അതുപോലെ ഈ 9 വർഷത്തോളം എനിക്ക് വേണ്ടി അഹോരാത്രം എനിക്ക് വേണ്ടി അത് ആത്മാർത്ഥമായിട്ട് ഡിഫെൻഡ് ചെയ്ത എന്റെ പ്രിയപ്പെട്ട ലോയേഴ്സ്, അതിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം രാമപിള്ള സാർ, അദ്ദേഹത്തിന് ഞാൻ എന്റെ ജീവിതം കടപ്പാട് ആത്മാർത്ഥമായിട്ടുള്ള നന്ദി പറയുകയാണ്. അതുപോലെ അദ്ദേഹത്തിന്റെ കൂടെയുള്ള സുജേഷ് മേനോൻ, പിന്നെ എന്റെ കോളേജ് മേറ്റ്, എന്റെ സീനിയർ ആയിരുന്ന ഫിലിപ്പ് ടി വർഗീസ്, അദ്ദേഹത്തിന്റെ അസോസിയേറ്റ്സ് ശുഭ, നിത്യ തുടങ്ങിയ മറ്റുള്ള ജൂനിയേഴ്സ്, അതുപോലെ സുപ്രീം കോടതിയിലെ മോൾ റോത്തഗി സർ, രഞ്ജിത റോത്തഗി, പ്രഗ്യാമാം വംശി തുടങ്ങിയ മറ്റുള്ള ലോയേഴ്സ്, എല്ലാവരോടും ഞാൻ ആത്മാർത്ഥമായിട്ടുള്ള നന്ദി പറയുന്നു. അതുപോലെ എന്നെ സപ്പോർട്ട് ചെയ്ത് ഈ 9 വർഷക്കാലത്തോളം ജീവിപ്പിച്ച, എന്നെ അത്രയും സപ്പോർട്ട് ചെയ്ത ഒരുപാട് ആളുകളുണ്ട്. അവരുടെ പേരെടുത്ത് പറഞ്ഞ തീരില്ല. അവര് വിവിധ മേഖലയിലുള്ള ആളുകളാണ്. അവരോടെല്ലാം ഈ നിമിഷത്തിൽ ഞാൻ ആത്മാർത്ഥമായിട്ടുള്ള നന്ദി പറയുകയാണ്. എല്ലാവരോടും ഒരുപാട് സന്തോഷം. ഇനി അതുകൊണ്ട് ഈ കേസിൽ 8ാം പ്രതിയായിരുന്ന നടൻ ദിലീപ് ഇപ്പോൾ കുറ്റവിമുക്തനാക്കപ്പെട്ട ശേഷം ഇറങ്ങി വരികയാണ്. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നിന്ന് ദിലീപ് പുറത്തിറങ്ങി വരുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. വിചാരണ കോടതി 8ാം പ്രതി ദിലീപിനെതിരായിട്ടുള്ള ഗൂഢാലോചന കുറ്റം തെളിയിക്കാനായില്ല എന്നതിന്റെ പേരിൽ കുറ്റവിമുക്തനാക്കിയിരിക്കുന്നു. അതിനുശേഷം പുറത്തിറങ്ങി വരുന്ന നടൻ ദിലീപിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. ഇപ്പോൾ ഇതാ ദിലീപ് പുറത്തേക്ക് വരുന്നതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. ദിലീപിനെതിരെ ചുമത്തപ്പെട്ടിരുന്നത് ഗൂഢാലോചന കുറ്റമായിരുന്നു. പക്ഷേ അത് സംശയാതീതമായി തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് കാണിച്ചാണ് കോടതി ദിലീപിനെ കുറ്റവിമുക്തനാക്കിയിരിക്കുന്നത്. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി കോംപ്ലക്സിൽ നിന്ന് വിധി കേട്ട ശേഷം ഈ കേസിൽ 8ാം പ്രതിയായിരുന്ന ദിലീപ് ഇപ്പോൾ കുറ്റവിമുക്തനായി പുറത്തേക്ക് വരികയാണ്. അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അദ്ദേഹത്തിന് അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ടും അദ്ദേഹത്തിനോട് സംസാരിക്കുന്ന ഫോൺ വരുന്നതിനൊക്കെ ദിലീപ് മറുപടി പറയുകയാണ്. ആരാധകരോട് കൈവീശി കാണിച്ചുകൊണ്ട് ദിലീപ് കോടതി പരിസരത്ത് നിന്ന് പുറത്തേക്ക് വരുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി പരിസരത്ത് ഞങ്ങളുടെ പ്രതിനിധി വിപിൻ സി വിജയൻ ഉണ്ട് വിവരങ്ങളുമായി. വിപിൻ, ദിലീപ് പുറത്തേക്ക് വരുന്നു. നേരത്തെ അഭിഭാഷകന്റെ ഓഫീസിൽ പോയപ്പോഴും കോടതിയിലേക്ക് എത്തുമ്പോഴും മാധ്യമപ്രവർത്തകരോട് ദിലീപ് ഒന്നും മിണ്ടിയിരുന്നില്ല. ഇപ്പോൾ ദിലീപ് പുറത്തേക്ക് വരുന്നതിന്റെ ദൃശ്യങ്ങൾ ആണ്. നേരത്തെ പോയതുപോലെയല്ല, കുറ്റവിമുക്തനാക്കപ്പെട്ടാണ് ദിലീപ് ഇപ്പോൾ തിരികെ വരുന്നത്. അതിന്റെ ആഹ്ലാദവും സന്തോഷവും ഒക്കെ ദിലീപിന്റെ മുഖത്തും ആരാധകരുടെ മുഖത്തും കാണാൻ കഴിയുന്നുണ്ട്. നടിയെ ആക്രമിച്ച കേസിലെ 8ാം പ്രതിയായിട്ടുള്ള നടൻ ദിലീപിനെ വെറുതെ വിട്ടു. കേസിലെ 1ാം പ്രതിയായ പൾസർ സുനി അടക്കമുള്ള 6 പ്രതികൾ കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തി. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ദിലീപിനെ വെറുതെ വിട്ടുകൊണ്ടുള്ള ഈ ഒരു വിധി പ്രസ്താവിച്ചത്. കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത പൾസർ സുനി അടക്കം 6 പ്രതികൾക്കെതിരെ കൂട്ടബലാത്സംഗവും തട്ടിക്കൊണ്ടുപോകലും ഗൂഢാലോചന എന്നീ കുറ്റങ്ങളാണ് പ്രധാനമായിട്ടും ചുമത്തിയിരിക്കുന്നത്. ഇവയെല്ലാം തെളിഞ്ഞു എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തില്ലെങ്കിലും സംഭവത്തിന്റെ മുഖ്യ ആസൂത്രകൻ എന്ന് പ്രോസിക്യൂഷൻ ആരോപിക്കുന്ന 8ാം പ്രതിയായിട്ടുള്ള ദിലീപിനെതിരെയും ബലാത്സംഗം കുറ്റം ചുമത്തിയിരുന്നു. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി ഹണി എം വർഗീസ് ആണ് ഇത്രയും വർഷം നീണ്ടുനിന്ന ഈ ഒരു വിചാരണ പൂർത്തിയാക്കി കേസിലെ വിധി പറഞ്ഞത്. കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത 6 പ്രതികളടക്കം 10 പേരാണ് വിചാരണ നേരിട്ടത്. ആക്രമിക്കപ്പെട്ട നടിയോടുള്ള വ്യക്തിവിരോധത്തെ തുടർന്ന് ബലാത്സംഗത്തിന് കൊട്ടേഷൻ കൊടുത്തു എന്നാണ് ദിലീപിനെതിരായിട്ടുള്ള ആ ഒരു കേസ്. എന്നാൽ തന്നെ കേസിൽ പെടുത്തിയതാണെന്ന് പ്രോസിക്യൂഷൻ കെട്ടിച്ചമച്ച തെളിവുകളാണ് കോടതിയിൽ എത്തിയത് എന്നുമായിരുന്നു ദിലീപിന്റെ വാദം. എന്തായാലും രാജ്യം ഉറ്റുനോക്കുന്ന നടി ആക്രമിച്ച കേസിലാണ് ഇപ്പോൾ അന്തിമ വിധി വന്നിരിക്കുന്നത്.
കേസിലെ വിചാരണക്കിടെ 28 സാക്ഷികളാണ് കേസിൽ കൂറുമാറിയത്. 2017 ഫെബ്രുവരിയിലാണ് കൊച്ചിയിൽ വെച്ച് ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനത്തിൽ നടി ക്രൂരമായിട്ട് ആക്രമിക്കപ്പെടുന്നത്. കേസിൽ നേരത്തെ ജയിലിലായിരുന്ന ദിലീപും പൾസർ സുനിയും അടക്കമുള്ള പ്രതികൾ ജാമ്യത്തിൽ പുറത്തിറങ്ങുകയായിരുന്നു. 2017 ജൂലൈ 10-നാണ് കേസിലെ നടൻ ദിലീപ് പിടിയിലാകുന്നത്. 2017 ഒക്ടോബറിൽ 85 ദിവസത്തിന് ശേഷമാണ് ദിലീപിന് ജാമ്യം ലഭിക്കുന്നത്. 2017 ഫെബ്രുവരിയിലെ അറസ്റ്റിലായ ഒന്നാം പ്രതി പൾസർ സുനി കഴിഞ്ഞ വർഷം സെപ്റ്റംബറിലായിരുന്നു ഈ ഒരു സുപ്രീം കോടതിയിൽ നിന്ന് ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങുന്നത്. 2019-ലാണ് കേസിലെ വിചാരണ നടപടികൾ ആരംഭിക്കുന്നതും 261 സാക്ഷികളെയാണ് അന്ന് വിസ്തരിച്ചതും 1700 രേഖകളാണ് കോടതി പരിഗണിച്ചതും. കേസിലെ 3 പ്രതികളെ മാപ്പ് സാക്ഷികളുമാക്കി. പോലീസ് ഉദ്യോഗസ്ഥനായിട്ടുള്ള അനീഷും വിപിൻലാലും വിഷ്ണു എന്നിവരെയാണ് മാപ്പ് സാക്ഷികളാക്കിയത്. കേസിലെ 2 പ്രതികളായ അഭിഭാഷകൻ രാജു ജോസഫും അഭിഭാഷകൻ പ്രതീഷ് ചാക്കോ എന്നിവരെ ജില്ലാ കോടതി വിട്ടയച്ചിരുന്നു. 2012 മുതൽ തന്നെ നടൻ ദിലീപിന് തന്നോട് വിരോധമുണ്ടായിരുന്നു എന്നാണ് ആക്രമിക്കപ്പെട്ട നടി തന്നെ വിചാരണയ്ക്കിടെ കോടതിയെ അറിയിച്ചത്. 2012 മുതൽ ദിലീപിന് തന്നോട് വിരോധമുണ്ടായിരുന്നു എന്നും കാവ്യ മാധുനുമായിട്ടുള്ള ബന്ധം മഞ്ജു വാര്യരോട് പറഞ്ഞതാണ് വിരോധത്തിന് കാരണമെന്നും നടി കോടതിയിൽ മൊഴി നൽകിയിട്ടുണ്ടായിരുന്നു. തനിക്കെതിരെ നിന്നവരൊന്നും മലയാള സിനിമയിലെ എങ്ങും എത്തിയിട്ടില്ല എന്ന് ദിലീപ് പറഞ്ഞു എന്ന് മൊഴിയിലുണ്ട്. ഇതിനിടെ തന്നെ അറിയില്ല എന്ന ദിലീപിന്റെ നിലപാട് തള്ളി ഒന്നാം പ്രതി പൾസർ സുനിയും വിചാരണയിൽ രംഗത്തെത്തിയിരുന്നു. തങ്ങൾക്ക് ഇരുവർക്കും പരസ്പരം അറിയാമെന്നായിരുന്നു പൾസർ സുനിയുടെ നിലപാട്. ദൃശ്യങ്ങൾ പകർത്താൻ പൾസർ സുനിയും സംഘവും മുൻപ് ശ്രമിച്ചിരുന്നതായും പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചിരുന്നു. 2017 ജനുവരി 3-ന് ഗോവയിൽ വെച്ച് കൃത്യം നടത്താനായിരുന്നു ആലോചന. എന്നാൽ ഷൂട്ടിംഗ് നേരത്തെ പൂർത്തിയാക്കി നടി മടങ്ങിയതുകൊണ്ടാണ് ആ ഒരു കൃത്യം നടന്നില്ല. തുടർന്നാണ് പിന്നീട് കൊച്ചിയിൽ വെച്ച് ആക്രമിച്ചത്. നടി ആക്രമിക്കപ്പെട്ട കേസിലെ മറ്റു പ്രതികളാണ് ഒന്നാമത്തെ പ്രതി പൾസർ സുനി, രണ്ടാമത് മാർട്ടിൻ ആന്റണി, 3 മണികണ്ഠൻ, 4 വിജീഷ് വിപി, 5 സലീം എന്ന വടിവാൾ സലീമും, 6 പ്രദീപ്. ആദ്യത്തെ 6 പ്രതികളാണ് ഈ ഒരു കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തത്. 7-ാം പ്രതി ചാർലി തോമസ്, അതായത് പ്രതികളെ ഒളിവിൽ പോകാൻ സഹായിച്ചു എന്നതും 8-ാം പ്രതി ദിലീപ് കുറ്റകൃത്യത്തിൽ ഗൂഢാലോചന നടത്തിയെന്നതും 9 സനൽകുമാർ, അതായത് പ്രതികളെ ജയിലിൽ സഹായിച്ചു, അപ്പുണ്ണിയുമായിട്ടും നാദൃശ്യയുമായിട്ടും ഫോണിൽ സംസാരിക്കാനാണ് സഹായം നൽകിയത്. 10-ാമത്തെ ആളാണ് ശരത് ജി നായർ, അതായത് ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലിന് പിന്നാലെ പ്രതി ചേർക്കപ്പെട്ട ആള്. ഇവരൊക്കെയായിരുന്നു പ്രതികൾ. അങ്ങനെ വർഷങ്ങളായിട്ട് നീണ്ടു നിന്ന വിചാരണയ്ക്കാണ് ഇന്ന് ഒടുവിൽ ഒരു വിരാമം വന്നിരിക്കുന്നത്. നടി ആക്രമിക്കപ്പെട്ട കേസ് മലയാള സിനിമയിൽ തന്നെ നടിക്കുക ഒരു കേസ്. 1-ാം പ്രതിയിൽ നിന്ന് 10-ാം പ്രതി വരെ ഓരോരുത്തരുടെയും വിധി കോടതി പറഞ്ഞു കഴിഞ്ഞു. ദിലീപ് വെറുതെ വിട്ടിട്ടും കേസിന്റെ മുറിവുകളും അതിജീവിത വേദന, സമൂഹത്തിൽ ഉയർന്ന ചോദ്യങ്ങൾ, ഇവ ഒന്നും ഇന്നോടെ അവസാനിക്കുന്നില്ല. എന്തായാലും ഈ ഒരു കേസ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഒരു വലിയ സത്യം തന്നെയാണ്. നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യം, പക്ഷെ നീതി തേടുന്ന യാത്ര അത്യന്തം കഠിനവും ദീർഘവുമാണ് എന്നുള്ളത്. എന്തായാലും ഇതോടെ ഈ ഒരു വലിയ കേസിന്റെ ഒരു അധ്യായം അവസാനിച്ചേക്കാം. എന്നാൽ അതിജീവിതയ്ക്കും സമൂഹത്തിന് മുന്നിൽ ഇനി തുടങ്ങുന്നത് ഒരു പുതിയ ചർച്ചയാണ്. ഏത് വിധിയുടെ പശ്ചാത്തലത്തിലും നീതി എന്നുള്ള ആശയം നാം എങ്ങനെ കാണുന്നു എന്നത്.